എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മെച്ചൂക്ക പോണ റൂട്ടിലാട്ടാ. ഇനി ഏകദേശം മെച്ചൂക്ക 89 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇതുണ്ടല്ലേ, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു മെച്ചൂക്ക. ഇവിടെ ബോർഡൊക്കെ ആകെ നശിച്ചിരിക്കണേട്ടാ, അതുകൊണ്ടാണ് ക്ലിയർ ആകാത്ത. ടാറ്റോ 39 കിലോമീറ്റർ, മെച്ചൂക്ക 89 കിലോമീറ്റർ കേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ മെച്ചൂക്കയിലേക്കാണ് പോണത്. നല്ല മഴയായിരുന്നു കേട്ടാ. ഇന്നലെ രാത്രി നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നല്ല തണുപ്പ് വേണ്ടേട്ടാ. ഇന്നെന്തായാലും ടാറ്റു പിടിക്കാനുള്ള പ്ലാനിലിരിക്കുകയാണ്. 39 കിലോമീറ്റർ കാണിക്കണം, എനിക്കറിയില്ല എത്തുവാന്ന്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റൂട്ടാണ് ഇത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ ഇവിടെ ബാത്റൂം സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഞാൻ താമസിച്ചത് ആ കാണൊരു ഷെഡ് കണ്ടില്ലേ, ഇതിലാണ് താമസിച്ചത്. അവിടെ കുറച്ച് ആസാമിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരിവിടെ ബിൽഡിങ് പണിയാൻ വേണ്ടി വന്ന കേട്ടോ. ഈ കാണുന്ന സംഭവമില്ലേ, ശരിക്കും ഇവർക്ക് കോമ്പൻസേഷന് വേണ്ടിയാണ് കേട്ടോ പണിതേക്കണത്. ഇവിടെ ഓരോരോ പ്രൊജക്റ്റ്, അതുപോലെ തന്നെ ഈ റോഡ് പണി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരുടെയൊക്കെ സ്ഥലം പോകുന്നുള്ളൊരു കേസ് വരും. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കോമ്പൻസേഷൻ കിട്ടും. അത് നിസാര പൈസയൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഇത്ര ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവർ പണിതേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19,000 രൂപയുടെ വർക്കാണ് ചെയ്തിട്ടുള്ളൂ. അത്രയും പോലും ഉണ്ടാവില്ല, പക്ഷേ ഇവർക്ക് കിട്ടുന്നത് നല്ല രീതിയിൽ ലക്ഷങ്ങളാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. ഇപ്പം ഇവിടെ ഇവരുടെ കൂടെയാണ് താമസിച്ചത്. ഹായ് ഭയ്യ, आप लोग का नाम क्या है? हमारा नाम करुणा गोगोई। अच्छा, आपका नाम क्या है भैया? नबो गोगोई। क्या? नबो गोगोई। नबोई। नबो गोगोई। अच्छा, अच्छा नाम है। अच्छा ठीक है भैया। असम का आदमी है ना? असम का है ना आप लोग? अच्छा, केरला गया आप लोग? केरला हमको नहीं गया। नहीं गया। अच्छा अच्छा, मेरा का आदमी गया है, गया ना? लेकिन हम नहीं गया है। अच्छा अच्छा अच्छा, ठीक है भैया, बहुत अच्छा होगा मिलने के लिए. ओके, फिर भी मिलेंगे. എങ്ങനെ പേരെങ്ങനെ? പേര് മായ മനോസ്. അച്ഛാ, എങ്ങനെ മലയാളം എങ്ങനെ അറിയാം? മലയാളം ഞാൻ കേരളത്തിലെ പണി ചെയ്യുന്നത്. എത്ര മാസം? 5 വർഷം. 5 വർഷം പണിയെടുത്ത്. കേരളത്തിൽ എവിടെയായിരുന്നു? കേരളത്തിലെ പിന്നെ തിരുവനന്തപുരം, എറണാകുളം. എറണാകുളം എങ്ങനെ പണി ഞാൻ ചെയ്ത് മലയാളം പോയി പഠിച്ച് ഫുള്ള് പണി ചെയ്യുന്ന. എന്തായാലും കണ്ടതിന് സന്തോഷം. ഓക്കെ ഓക്കെ ഭയ്യ, ठीक है भैया, ओके, मिलने के लिए बहुत अच्छा होगा. My friends. Okay. നമ്മളെ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. അപ്പൊ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് വീണ്ടും കുറെ ആൾക്കാരെ കണ്ട് അവരെ വീഡിയോ എടുത്തപ്പോ ഫോണിന്റെ ചാർജ് തീർന്നു കേട്ടാ. ഹായ് മെച്ചുക, ഹായ്. മലയാളം അറിയാമോ? ആ, മലയാളം. केरला। और इस फ्लैग में बुक है, मेरे हाथ काली हो गया। एक ही है, मैं अभी मेरे को आलो में मिला, दूसरा नहीं है, बहुत सर्च करके आलो में मिला. अभी कहाँ मंजू को जाएगा? मंजू का जाएगा. आप लोग कहाँ से आए अभी? कहाँ से? अभी कहाँ से आए आप लोग? हम तो ये नहीं या पिक से। अच्छा अच्छा अच्छा, ठीक है भैया. अरे बाप, നമ്മളിപ്പോൾ പോണേക്ക് ഇതേപോലെ ഒരുപാട് ആൾക്കാരെ കാണുന്നുട്ടാ. നമ്മുടെ മലയാളം അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇത് നോക്കി എവിടെയൊക്കെ മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കണേട്ടാ. കാരണം ഇന്നലെയൊക്കെ നല്ല മഴയാണ്. ചിലപ്പോൾ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ടാവാം, ഒരു പിടുത്തമില്ല കേട്ടാ. കാലാവസ്ഥ നോക്കി ഫുള്ള് ഇങ്ങനെ കോട വന്ന് കിടക്കണേട്ടാ അവിടെയൊക്കെ. രാവിലെയൊക്കെ നല്ല രീതിയിൽ കോട ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് കുറഞ്ഞതെന്നുള്ളൂ കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കോടയുണ്ട്. ആ മലയൊന്നും നല്ല രീതിയിൽ കാണാൻ പറ്റില്ല കേട്ടാ. അപ്പം നമ്മൾ വന്ന വഴിക്ക് ഒരു മലയാളിനെ കണ്ടുപിട്ടി കേട്ടാ. ബ്രോ, എങ്ങനെ പേരെങ്ങനെ? ദീപക്. നാട്ടിലെവിടെയാണ്? മലപ്പുറം. ഓ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങാടാ പോണാ? മെച്ചൂക്ക. ഹായ് ബൈ, आपका नाम क्या है? आपका नाम कोई प्रॉब्लम नहीं? नयन फ्रॉम आसाम, गुवाहाटी. अच्छा, अभी कहाँ जाएगा आप लोग? अभी तो हम वो जा रहे हैं मेचूका तरफ, फिर वहाँ से वापस. कितना दिन रुकने का प्लान है? कुछ 2 दिन 3 दिन रुकेंगे वहाँ पे. हाँ, पूरे एक्सप्लोर करके. अब आपका ये फर्स्ट टाइम है और नहीं, ये सेकंड टाइम है. സെക്കൻഡ് ടൈം നിങ്ങളുടെ ഫസ്റ്റ് ടൈം? എന്തായാലും കണ്ടതിന് സന്തോഷം ബ്രോ. ഓക്കെ, मिलने के लिए बहुत अच्छा. പലയിടത്തും ഇതേപോലെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടാ. ചിലയിടത്ത് കട്ടിങ്, ചിലയിടത്ത് മണ്ണൊക്കെ ഇങ്ങനെ അടിച്ച് നിരപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ടാ, കണ്ടില്ലേ? പിന്നെ അതിൻ്റെ പുറകിൽ ഇങ്ങനെ ടാർ ചെയ്തിട്ടുണ്ട്.
അത്യാവശ്യം നല്ല കയറ്റുകൊണ്ട് കൊണ്ട് മക്കളെ. അങ്ങോട്ട് കട്ടിങ് ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ അത് അവിടെയും കട്ടിങ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ കയറി വേണം പോവാൻ. നല്ല രീതിയിൽ തെന്നു കേട്ടോ. കുഴഞ്ഞിരിക്കാനാണ് മണ്ണ്. എന്തായാലും പയ്യെ പോവാട്ടോ. അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പോകാൻ പറ്റും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലിലും കൂടെ ഒരു കോട്ടിങ് കൂടെ ടാർ ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞത്. അവിടേക്ക് ഇടിച്ച് പൊളിച്ചോണ്ടിരിക്കണേ കേട്ടാ. അവിടെയൊക്കെ മോശമായിരിക്കും റോഡ്. എന്തായാലും മഴ പെയ്ത് തന്നെ ഫുള്ള് ചെളിയോ കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. നമ്മളെ വന്ന വഴിക്ക് നല്ല രീതിയിൽ മഴ കിട്ടിയേട്ടാ. അപ്പോൾ ഇവിടെ ഒന്ന് ഒതുക്കിയതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു കേട്ടാ. ചെറിയ രീതിയിലൊക്കെ നന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു വീടില്ലേ, അങ്ങനത്തെ ടൈപ്പ് വീടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ലോക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ പണിക്കാർ താമസിക്കണ്ട കേട്ടോ. അതായത് ഇവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അവർ ഇവിടെയുള്ള ആൾക്കാരുണ്ട്, അവരാണ് കോൺട്രാക്റ്റ് എടുത്തേക്കുന്നത്. അതായത് ഈ അരുണാചലിലുള്ള ആൾക്കാർ BROയിൽ നിന്നും കോൺട്രാക്റ്റ് എടുത്തിട്ടാണ് റോഡ് പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇതേപോലെ ആസാമിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരും. അതുപോലെ തന്നെ ചിലപ്പോൾ വീട് കാര്യങ്ങളൊക്കെ പണിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ താമസിക്കേണ്ട ഇതിൻ്റെ ഉള്ളിലാണ്ട. ഇത് എങ്ങനെ പണിതേക്കണം നോക്കി. ഇതിന് വലിയ ഉറപ്പില്ലാത്ത കട്ടയുണ്ട. അതുപോലെ തന്നെ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ സിമെൻറ്റ് ഇങ്ങനെ തേച്ച് മാത്രം വെച്ചിട്ടുള്ളൂ. അങ്ങനെ പണിതേക്കണ്ട. വലിയ ചിലവൊന്നുമില്ല. അതുപോലെ തന്നെ ഷീറ്റും കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മേലിൽ. ചെറിയൊരു രീതിയിലാട്ടോ പണിതേക്കണം. ഇതിന് അവർക്ക് കോമ്പൻസേഷനും കാര്യങ്ങളും കിട്ടും. നല്ല രീതിയിൽ ഫണ്ട് കിട്ടും എന്നാട്ടെ കേട്ടത്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. റോഡ് പണി നടന്നിട്ടിരിക്കണേട്ടാ പലയിടത്തും. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ പോവാം. മഴ ഒന്ന് കുറവുണ്ട്. എന്തായാലും പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ മേളിലൊക്കെ ഇങ്ങനെ കോട ഇങ്ങനെ വന്നിട്ടിരിക്കണേണ്. മേളിൽ മാത്രമല്ല, ഇവിടെയൊക്കെ ഫുള്ള് കോടയാണ് കേട്ടോ. ഇന്നും നാളെയൊക്കെ നല്ല രീതിയിൽ മഴ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പം നെറ്റ്വർക്ക് ഇല്ലാട്ടെ. ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാലേ നെറ്റ്വർക്ക് കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇത് നമ്മൾ നേരത്തെ കണ്ടൊരു മലയുണ്ടാ. ഇത് ഫുള്ള് കോട കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. ഇപ്പം മല ഉണ്ടായില്ലെന്ന് പോലും ഒരു പിടുത്തമില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ റൂട്ട് നമുക്ക് കാണാൻ പോലും പറ്റില്ല. ടാറ്റോയിലേക്ക് പോണ റോഡാണ്. അതുപോലെ നമുക്ക് മര്യാദക്ക് കിട്ടണില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ റൂട്ടാണ് നമ്മൾ വന്നത്. ഇടയ്ക്ക് വണ്ടിയൊക്കെ പോകുമ്പോൾ ചെറിയ രീതിയിൽ മനസ്സിലാവുമെങ്കിലും അതിൻ്റെ ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുമല്ല. അപ്പം മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ വണ്ടി അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അറ്റേ സമയം ഒറ്റൊരു വലിയ വണ്ടി മാത്രമേ പോവുള്ളൂ. അതിൻ്റെ അടിയിലൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാലും ആകെയുള്ളത് ഈ മലനിരകളും ഈ വെള്ളച്ചാട്ടങ്ങളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സ്പീഡൊക്കെ കൂടി കേട്ടോ. കാരണം മഴയുണ്ടല്ലോ. മേലിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി തന്നെയാണ്. ഉണ്ടല്ലേ, ഒഴുകി തന്നെയുണ്ടോ. അതുപോലെ തന്നെ 2-3 ടൂറിസ്റ്റ് വണ്ടികളൊക്കെ പോകണം നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. മലയാളികളെയൊന്നും ആരും കണ്ടില്ല. ആസാമിലുള്ള ആൾക്കാർ തന്നെ കേട്ടോ. ആസാം രജിസ്ട്രേഷൻ വണ്ടിയാണ്. പക്ഷേ വല്ല റെൻറ്റിനെടുത്ത വണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ടാക്സി ആയിരിക്കാം കേട്ടോ. മഴ കൂടിയേട്ടാ മക്കളെ. നല്ല മഴയത്ത് സൈക്കിൾ ഓട്ടിട്ട് തന്നെ ഒരു അവസ്ഥ നോക്കി. ഇവിടെ കയറിയിരിക്കാനുള്ള സ്ഥലവും ഇല്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചെറിയൊരു വഴിയാണ് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചെറിയ വാട്ടർഫാളുകളൊക്കെ ഉണ്ട് കേട്ടോ. റോഡിൻ്റെ പണി എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ നേരത്തിന് ശേഷം ഇപ്പോൾ ഒരു ഗ്രാമം എത്തി കേട്ടോ. ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു യാപ്പിക്കുന്നാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയൊരു വീടാണെന്ന് തോന്നുന്നത് കണ്ടിട്ടാ. റോഡ് സീനാണ്. ഇതാണ് അവസ്ഥ, റോഡ് കണ്ടീഷൻ. മഴയും കൂടെ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമ്മളെ ഫോണേ കുറച്ച് വണ്ടിക്കാരെ നമ്മളെ നിർത്തിച്ചേട്ടാ. അപ്പോൾ ആരും നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ടൂറിസ്റ്റുകളാണ് കേട്ടോ ഈ പോണത്. അപ്പോൾ അവിടെ നമ്മളെന്താ വീഡിയോ എടുക്കേണ്ടി വന്നതാണ്. ഹായ് ഭയ്യാ, कैसे हो? आपका नाम क्या है? मेरा नाम एच अली, हाफिज अली। हाफिज अली, आप कहाँ से हो? हम लखीमपुर डिस्ट्रिक्ट से। अच्छा, नॉर्थ लखीमपुर। यहाँ में कितना साल होगा? यहाँ में तो अभी 4 साल हो गए। अच्छा, ये कंपनी का गाड़ी है ना? ओ बढ़िया है, मिलने के लिए बहुत अच्छा होगा. आप केरला से आए हैं ना? അവരൊക്കെ ആസാമിലുള്ള ആൾക്കാരാണ്. ആസാമിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വർക്കിനും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ചില ആൾക്കാർ ഇവിടെ കടയൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ ഇവിടെ സെറ്റിലായ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലും ഇതേപോലെ പണിക്കാരായിരിക്കും കേട്ടോ. भैया कैसे हो? हम लोग तो ठीक है। आपका नाम क्या है? मेरा नाम सुदेव पाल है। आप कहाँ से हो? वेस्ट बंगाल। वेस्ट बंगाल, अलीपुरद्वार से। हाय भैया,
आपका नाम क्या है? अमित अभी बेंगल का हस्बैंड वेस्ट बंगाल का। अच्छा एक ही अच्छा एक ही डिस्ट्रिक्ट का है। अच्छा आप लोग अभी कहाँ जाएगा? हम लोग अभी जाएगा तातो तो मिलने के लिए बहुत अच्छा होगा अभी मिलने रास्ता के में। ओ थैंक यू भैया, मिलेंगे फिर भी मिलेंगे। ओके थैंक यू। ओके धन्यवाद, धन्यवाद बोलते हैं ना आप लोग, थैंक यू में धन्यवाद। ठीक है भाई, താങ്ക് യു. ഇപ്പം നമ്മളിങ്ങനെ മഞ്ഞ വഴിക്കാണ്ട് ഇവരെ കണ്ടുപിട്ടിയത്. നമ്മളിവിടെ സൈക്കിൾ നിർത്തിയിട്ട് ഫോണിൽ ഇങ്ങനെ നെറ്റ്വർക്ക് വന്നതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരവിടെ വണ്ടി ഇങ്ങനെ നിർത്തിയേക്കണേ കേട്ടാ. എന്നിട്ട് അവരവിടെ നിന്ന് ഓടി വന്നതാണ് പാവങ്ങൾ കേട്ടാ. അപ്പോൾ ഇവർ ടാറ്റോയിലേക്കാണ് പോകണമെന്ന് പറഞ്ഞത്. നമ്മളിന്ന് ടാറ്റോയിൽ നിൽക്കാനുള്ള പ്ലാനിലിരിക്കണേ കേട്ടോ. അപ്പോൾ ടാറ്റോ എത്തുകയെന്ന് അറിയില്ല. ഇനി ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് ടാറ്റോയിലേക്ക്. അപ്പോൾ എന്തായാലും നോക്കാം. നമുക്ക് ഇന്ന് തങ്ങാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലം കിട്ടിയേട്ടാ. ഇവിടെ ഒരു കടമുറി പണിയുണ്ട്. കട മാത്രമല്ല, ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു സംഭവമാണ് പണിയണത്. അപ്പോൾ അതിൻ്റെ അവിടെ വന്നു വയ്ക്കാൻ നമ്മൾ ജസ്റ്റ് അവരോട് ചോദിച്ചു ഇവിടെ തങ്ങിക്കോട്ടെ. കാരണം വേറൊന്നുമല്ല, നമ്മളിനി പോണ റൂട്ടിൽ നമുക്ക് തങ്ങാനുള്ള സ്ഥലമോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ മഴ ചെറിയ രീതിയിൽ പൊടിയുണ്ട് കേട്ടാ. അപ്പോൾ അത് ഇതിൻ്റെ ഫ്രണ്ടിലൊരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടാ. പിന്നെ സൈക്കിൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് നേരെ ഇങ്ങോട്ട് തന്നെയാണ്ടാ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ, അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകേണ്ട റൂട്ടാണത്. ആ റൂട്ടിൽ വേറെ ഒന്നുമില്ല. അവിടെ കുറച്ച് ഷെഡുകളൊക്കെ ഉണ്ട്. അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിയില്ല കേട്ടാ. അപ്പം നമ്മൾ വെറുതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കണ്ടില്ലെന്ന് വരും. അപ്പോൾ അതുകൊണ്ടാണ് ആകെ പെട്ടുപോകും. ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കാം കേട്ടോ. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. എൻ്റെ ടെൻറ്റ് കീറിയിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാമായിരുന്നു. അടിപൊളി സ്ഥലം കേട്ടോ മക്കളെ, ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട് കേട്ടാ. കാരണം ഇപ്പോൾ മഴയൊക്കെ പെയ്തിരിക്കണാണ്. നമ്മളിപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണേട്ടാ. അതുകൊണ്ട് നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യാണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുളിക്കാട്ടാ. പക്ഷെ നല്ല തണുപ്പുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെ അല്ല. ഇവിടെ എന്നിട്ട് തന്നെ ഭയങ്കര തണുപ്പാണ്. പിടിച്ചിരിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഒരുപാട് ആൾക്കാർ ഡെയിലി വന്നൊരു സ്ഥലവും കൂടെയാണ് കേട്ടോ. കാരണം ഇതാണ് മെച്ചൂക്ക പോണ റൂട്ട്. നമ്മൾ ആലോയിലേക്ക് പോണ റൂട്ട് അതാണ്. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് വന്നത്. നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ ബിൽഡിങ് പോലെ എന്തോ പണിയുന്നുണ്ട് കണ്ടില്ലേ. എന്തായാലും കൊള്ളാട്ടാ. നമ്മൾ പോകണേക്കൊക്കെ ഇതേപോലെയുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്.